സ്പെയിൻ vs അർജൻറ്റീന മത്സരം അങ്ങനെ രണ്ടാമത് നടക്കാൻ പോവുകയാണ്. സോ ഓൾറെഡി നടക്കേണ്ടിയിരുന്നൊരു മത്സരമായിരുന്നു യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ. പക്ഷെ അത് ഖത്തറിലെ ചില വാർ ഇഷ്യൂകൾ കാരണം നേരെ സാന്റിയാഗോ ബെർണാബൂലോട്ട് മാറ്റി. പിന്നെ അത് നിഷ്പക്ഷ വേദി അല്ലാത്തത് കൊണ്ട് അർജൻറ്റീന ഫെഡറേഷൻ അത് വേൾഡ് കപ്പിന് ശേഷം ആലോചിക്കാനൊക്കെയാണ് പറഞ്ഞത്. ബട്ട് എന്തായാലും വേൾഡ് കപ്പ് കഴിഞ്ഞു, സ്പെയിൻ കപ്പടിച്ചു. ഇനിയിപ്പോൾ രണ്ടാമതും ഫൈനലിസിമൊക്കെയുള്ള ചില സാധ്യതകളാണ് കാണാൻ പോകുന്നത്. അതും നവംബറിലൊക്കെയാണ് നടക്കുമെന്ന് പറയുന്നത്. അത് ഫിഫയുമായിട്ട് ഇരു ഫെഡറേഷനുകളും ചേർന്നിട്ടാണ് ഇപ്പം ഈ ഒരു മത്സരം നടക്കാനുള്ള സാധ്യതകളുള്ളത്. സോ വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മൾ കണ്ടതാണ് സ്പെയിൻ്റെ മൃഗീയ ആധിപത്യമായിരുന്നു. ഗെയിമിലൊരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അർജൻറ്റീനക്ക് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ മെസ്സിക്കും അർജൻറ്റീനക്കും സ്കലോണിക്കും രണ്ടാമത് കിട്ടിയൊരു അവസരമാണിത്. കാരണം എന്താണ് അർജൻറ്റീന എന്ന് കാണിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഖത്തറിലെ ലുസിയൽ സ്റ്റേഡിയത്തിൽ നിന്ന് വെച്ചാണ് അർജൻറ്റീന 2022 വേൾഡ് കപ്പ് എടുത്തത്. സോ എന്തായാലും ലൂയിസ് ഡെ ല ഫുണ്ട vs സ്കലോണി മത്സരമായിരിക്കും. ആശാനും ശിക്ഷനും തമ്മിലുള്ളൊരു മത്സരം അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ നവംബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് ഇത് നടക്കാനുള്ള സാധ്യതകളുള്ളത്. അതും നമ്മളെ ലുസിയൽ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ആയിരിക്കും. അറിയാലോ, 2022 വേൾഡ് കപ്പ് അർജൻറ്റീന പൊക്കിയ സ്റ്റേഡിയമാണ് ലുസിയൽ സ്റ്റേഡിയം. ദോഹയിലെ ലുസിയൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഈ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത്. എന്തായാലും എന്താ പറയുക, അറിയാലോ സ്പെയിൻ്റെ ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കുറിയ ആണെങ്കിലും പെഡ്രോ പോറോ ആണെങ്കിലും കുബാർസി ആണെങ്കിലും ഇപ്പോൾ മുന്നിൽ നോക്കുകയാണെങ്കിൽ റോഡ്രി ആണെങ്കിലും നമ്മൾ എല്ലാവരും സ്പെയിൻ്റെ ആകപ്പാട് ഒറ്റ ഗോൾ മാത്രമേ ഉള്ളൂ ഈ വട്ടം നമ്മളെ സൈമൺ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. സ്പാനിഷ് കീപ്പർ സൈമൺ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അത്രത്തോളം നല്ലൊരു ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ അർജൻറ്റീന എങ്ങനെയായിരിക്കും ഈ ടീമിനെ നേരിടുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതും രണ്ടാമതാണ് നേരിടാൻ പോകുന്നത്. അതും ലൂയിസ് ഡെ ല ഫുണ്ടക്കെതിരെ സ്കലോണി ഇറക്കുന്ന ഈ ഒരു ടീം എങ്ങനെയായിരിക്കും, സ്കലോണിയുടെ മാക്സിമം സ്കലോണി ഇവിടെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അർജൻറ്റീനയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് ഈ മത്സരം. ലയണൽ മെസ്സി vs സ്പെയിൻ മത്സരം അപ്പോൾ മുഖ്യവാറും നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതും ഖത്തറിലെ ആ ഒരു അർജൻറ്റീനയുടെ ഭാഗ്യ സ്റ്റേഡിയമാണ് ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയം. അവിടെ വെച്ചാണ് ഈ മത്സരം പുരോഗമിക്കാനുള്ള എല്ലാ സാധ്യതയുള്ളത്. എന്തെങ്കിലും സംതിങ് അർജൻറ്റീന കുക്ക് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷയുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.